ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തലമുറ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് തലമുറ? ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് മാനവരാശിയൊക്കെയും ഉളവാക്കി. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നാം അപ്രകാരം കാണുകയാണ്. ഒരു രക്തത്തിൽ നിന്നും, ആദാമിൻ്റെ രക്തത്തിൽ നിന്നല്ലാതെ വേറൊരു രക്തം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എല്ലാ മനുഷ്യരും ആദാമിൻ്റെ രക്തം പകർന്നുണ്ടായിട്ടുള്ളതാണ്, യേശു ഒഴികെ. യേശുവിൻ്റെ രക്തം മാത്രം, ആദാമിൻ്റെ രക്തമല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളോട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെയോ, അതായത് വ്യർത്ഥവും പിതൃപാരമ്പര്യവും. എല്ലാവർക്കും ഒരു പിതൃപാരമ്പര്യമുണ്ട്. മനുഷ്യനായി ജനിച്ചവർക്കൊക്കെയും പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആദാമിൻ്റെ മക്കളാണ്. ആദാമെന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ്റെ തലമുറയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്നോ ഒരുവനേക്കാൾ ഒരുവൻ ഹീനനെന്നോ പറയേണ്ട കാര്യമില്ല, അതിലർത്ഥമില്ല. എന്നാൽ അതിനിടയിൽ കടന്നു വന്ന ഉച്ചനീചത്വങ്ങൾ, ശ്രേഷ്ഠന്മാർ, ഹീനന്മാർ, സാധുക്കൾ, സമ്പന്നന്മാർ, ബലവാന്മാർ, ബലഹീനന്മാർ, ഇതൊക്കെയും ജനിച്ച തലമുറയിൽ വൈവിധ്യങ്ങളുണ്ടായി. അതിന്മേലാണ് മനുഷ്യൻ പിടിച്ചതിന് ശേഷം, അതിനെ മുറുകെ പിടിച്ചതിന് ശേഷം തലമുറയും പാരമ്പര്യവും കുലീനതയും അവകാശപ്പെടുന്നത്. അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കുലീനത ഒരു മനുഷ്യനുണ്ടായെങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യർക്കും കുലീനത അവകാശപ്പെട്ടതാണ്. ഒരു മനുഷ്യന് ഹീനനാണെങ്കിൽ ആ ഹീനത അതെല്ലാവർക്കും ഉണ്ട്, അതില്ലാത്ത ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്ന് ആദാമ്യ വർഗത്തെക്കുറിച്ച് പറയുക സാധ്യമല്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ആദാമ്യ വർഗത്തിൻ്റെ രക്തത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. അപ്പോൾ ഇത് വീണ്ടെടുക്കപ്പെടേണ്ടുന്ന, അതായത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴിയിലകപ്പെട്ടു പോയതോ, ആപത്തിലകപ്പെട്ടു പോയതോ, അനർത്ഥത്തിൽപ്പെട്ടു പോയതോ, തെറ്റായ വഴിയിലകപ്പെട്ടു പോയതോ ഏതോ ഒരു കാര്യത്തിൽ നിന്നാണ് മനുഷ്യർക്ക് വീണ്ടെടുപ്പ് ആവശ്യം. അങ്ങനെ ഏതോ പ്രശ്നം പറ്റി ഈ തലമുറയിൽ, അത് നമുക്കതിൽ നിന്ന് വ്യക്തമാകുന്നു. അതിൻ്റെ അർത്ഥം, നാം തലമുറയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ഈ സ്ഥിതിയിൽ നമുക്ക് നന്മയല്ല തിന്മയാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകാം. എന്താണ് തിന്മ? പലരും തങ്ങൾ ഇന്ന തലമുറയിലായിരിക്കുന്നു എന്ന് പറയുവാൻ അഭിമാനിക്കുന്നു. പലരും ഇന്ന കുടുംബത്തിലായിരിക്കുന്നു എന്ന് പറയാൻ അഭിമാനിക്കുന്നു. മറ്റുള്ള കുടുംബത്തിലൊന്നുമല്ല, ഞങ്ങൾ ആയിരിക്കുന്നത് ഇന്ന സ്ഥലത്തായിരിക്കുന്നു, ഇന്ന പിതൃഭവനത്തിലായിരിക്കുന്നു എന്ന് പറയാനും അതിനെ സ്ഥാപിക്കാനും വളരെ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്തു ആകട്ടെ, ലോകത്തിൽ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് തന്നെ, ഈ ലോകത്തിൽ കുലീനന്മാർ ഏറെയില്ല. ഇല്ലെന്നല്ല, ഏറെയില്ല. വളരെ കുറച്ച് പേരുണ്ടാവും കുലീനന്മാർ. ബലവാന്മാർ ഏറെയില്ല, ജ്ഞാനികളേറെയില്ല. ധാരാളം തരത്തിലുള്ള മനുഷ്യർ നിറഞ്ഞതാണ് ഈ മാനവരാശിയുള്ള സമൂഹം. എന്നാൽ ഇതിൽ ഏത് തലമുറയിൽ ആയിരുന്നാൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയും. അതിനുള്ള തലമുറ ഇന്ന് ലോകത്തിലില്ല, ഒരു തലമുറയില്ല. അതിന് ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പ്രമാണം മനസ്സിലാക്കണം. അതിലെ പ്രമാണപ്രകാരമാണ് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് 1000 തലമുറ വരെയും ദയ കാണിക്കുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മക്കളുടെ മക്കളും അങ്ങനെ 1000 തലമുറ വരെയും ദയ കാണിക്കുന്നവനാണ് ദൈവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദാമ്യ വർഗത്തിൽ ഏതെങ്കിലും ഒരാൾ ദൈവത്തെ സ്നേഹിച്ച്
ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ 1000 തലമുറ ആയിട്ടില്ല. 1000 തലമുറ എങ്ങനെ വന്നാലും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും കർത്താവിനോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കർത്താവിനോട് കാണിച്ച അനുസരണത്തിൻ്റെയും പ്രതിഫലം തലമുറയായിട്ട് ഇന്ന് മാനവരാശി അനുഭവിക്കാൻ തക്കവണ്ണം ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ തന്നെ ഉണ്ട്. എന്നാൽ മറ്റൊരു വശം, എന്നെ പകച്ച്, അതായത് ദൈവത്തെ പകച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റ് ചെയ്യുന്നവനെ, പാപം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ പിതാക്കന്മാർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തെ പകച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപം അവനിൽ മാത്രമല്ല, അവൻ്റെ മക്കളിൽ മാത്രമല്ല, മക്കളുടെ മക്കളിൽ മാത്രമല്ല, 4-ാമത്തെ തലമുറ വരെയും ആ പാപത്തിനുള്ള ശിക്ഷ ദൈവം ഓർത്തിരുന്ന് അവർക്ക് പകരം കൊടുക്കാൻ ഇടയായി തീരും. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഗ്രഹിക്കുന്നത്. ആ ഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. എന്നെ വായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അവൻ ദൈവത്തോട് പാപം ചെയ്തു കഴിഞ്ഞാൽ അവനെ മാത്രമല്ല ബാധിക്കുന്നത്, അവൻ്റെ തലമുറയിൽ 4-ാമത്തെ തലമുറ വരെയും ബാധിക്കും. ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ച് നീതി ചെയ്താൽ അത് അവനെ മാത്രമല്ല ബാധിക്കുന്നത്, 1000 തലമുറ വരെയും മക്കളെയും തലമുറയെയും ബാധിക്കും. എന്നാൽ നമ്മൾ യഹസ്കേൽ 18-ാം അധ്യായത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ ഒരു ചൊല്ലുണ്ട്, പച്ചമുന്തിരിങ്ങ അപ്പം തിന്നു പല്ല് പൊളിച്ചത് മക്കളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പം തെറ്റ് ചെയ്തു, ശിക്ഷ മക്കൾ അനുഭവിക്കുന്നു എന്ന് ഒരു വാക്കൊരു ചൊല്ലുണ്ട്. അങ്ങനെ വരില്ല, അങ്ങനെ വരണ്ട. മക്കൾ പിതാക്കന്മാരുടെ അകൃത്യം വഹിക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പൻ്റെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. എങ്ങനെ? ആ വാക്യം ഒന്ന് വായിക്കാദ്യം. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന്, ആ വാക്യം ഒന്ന് വായിച്ചേ. 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, യഹസ്കേൽ 18-ന്റെ 18. അവന്റെ അപ്പനോ ക്രൂരവേടും ചെയ്തു, സഹോദരനോട് പിടിച്ചു പറിച്ചു, തന്റെ ഇനത്തിനിടയിൽ കൊലതാത്ത പ്രവർത്തിച്ചുകൊണ്ട് തന്റെ അകൃത്യത്താൽ മരിക്കും. എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ചു എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചു നടന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. പാപം ചെയ്യുന്നതിലേക്ക് മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യം വഹിക്കേണ്ട. അവരവരുടെ അകൃത്യം വഹിച്ചാൽ മതി. പക്ഷേ ദൈവത്തിന്റെ ഭാഗം നീതിയും ന്യായവും പ്രവർത്തിച്ചോളണം. അപ്പോൾ യഹസ്കേൽ 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത്. അവിടെ ഒരു പഴഞ്ചൊല്ലുള്ളതാ, അത് വഹിക്കണ്ട. കാരണം അതിന് ഇസ്രായേൽ ദേശത്ത് അങ്ങനെ പറയാനുണ്ടായത് വെറുതെ പറയുന്നതല്ല, അവരുടെ ദൃഷ്ടിക്ക് കാണുന്നതാണ്. പണ്ടുള്ളവർ മാതാപിതാക്കൾ ഓരോന്ന് ചെയ്തതിന് ശേഷം ആ ചെയ്തതിന് മക്കളെ കിടന്ന് അനുഭവിക്കുന്നത് അവരുടെ നേർക്ക്, അവരുടെ ദൃഷ്ടിക്ക് കണ്ടതാണ്. ശൗൽ രാജാവ് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തോട് അതിക്രമം കാണിച്ചു, ദൈവത്തിൻ്റെ വഴിവിട്ട് മാറി, അവൻ നശിച്ചുപോയി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മക്കളും സമാധാനത്തോടെ ജീവിക്കാൻ ഇടയായിട്ടില്ല. ശൗലും മരിച്ചു, യോനാഥാനും മരിച്ചു, എല്ലാവരും മരിച്ചു. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല വിഷയം. അത് നാളുകൾക്ക് ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ദേശത്തൊരു വലിയ ക്ഷാമമുണ്ടായി. ഭയങ്കര ക്ഷാമം ഉണ്ടായപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ, എന്താണ് ഈ ക്ഷാമത്തിൻ്റെ കാരണം? ഇന്ന് ഇസ്രായേലിൽ ഇത് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ആലോചന ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആലോചന പറഞ്ഞു, ഈ ദാവീദ് രാജാവാകുന്നതിന് മുമ്പ്, ആ സമയത്ത് ദാവീദ് രാജാവാകുന്നതിന് മുമ്പ്
ആയിരുന്ന ശൗൽ രാജാവ് ഗബയോൻ നിവാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം ഇസ്രായേലിൽ പാർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ ജാതികളായിരിക്കുന്ന ഗബയോൻ നിവാസികൾ ഇസ്രായേലിനോട് ചേർന്ന് വന്നപ്പോൾ അവരെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഇല്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ യോശുവ, അതായത് ദാവീദിന് മുമ്പുണ്ടായിരുന്ന, ശൗലിന് മുമ്പുണ്ടായിരുന്ന, ന്യായാധിപന്മാർക്ക് മുമ്പുണ്ടായിരുന്ന മോശയ്ക്ക് ശേഷമുള്ള യോശുവ ഇസ്രായേൽ പ്രഭുക്കന്മാരോടുകൂടി ഗബയോൻ നിവാസികൾക്ക് വാക്കുകൊടുത്തതാണ്. എന്താ വാക്കുകൊടുത്തത്? അവരെ ഉപദ്രവിക്കുകയില്ല, അവരെ കൊല്ലുകയില്ല, അവരുടെ ദേശത്ത് നിർഭയം വസിക്കാൻ അവർക്ക് അവസരം കൊടുത്തതാണ്. അത് യഥാർത്ഥത്തിൽ അത് ചെയ്തത് ഇസ്രായേലിനോട് ചെയ്തൊരു വഞ്ചനയും കൂടിയായിരുന്നു. കാരണം അവർ അഭിനയിച്ച് അന്യദേശക്കാരാണെന്ന് അഭിനയിച്ച് വന്ന് കപടഭാവം കാണിച്ചത് വാക്കുമേടിച്ചതാണ്. എന്തായിരുന്നാലും ഇസ്രായേൽ വാക്ക് കൊടുത്തത് കർത്താവിൻ്റെ നാമത്തിൽ അവരെ ഉപദ്രവിക്കില്ല എന്ന്. എന്നാൽ നാളുകൾക്ക് ശേഷം ശൗൽ രാജാവിൻ്റെ കാലം വന്നപ്പോൾ അവരെ ഉപദ്രവിച്ചു. അവരെ കൊന്നു മുടിച്ച് കളയാനായിട്ട് ശൗൽ ആലോചിച്ച് പല പ്രവൃത്തികളും ചെയ്തു. കർത്താവിൻ്റെ നാമത്തിൽ വാക്ക് കൊടുത്തതിന് ശേഷം വാക്ക് മാറിയ കർത്താവ് സമ്മതിക്കില്ല. അന്നേരം ഒന്നും പ്രശ്നം ഉണ്ടായില്ല. നാളുകൾക്ക് ശേഷം അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എഴുന്നേൽക്കുകയാണ്. ദേശത്ത് മൊത്തം ക്ഷാമമായപ്പോൾ കർത്താവിനോട് ചോദിച്ചു, എന്താണ് കർത്താവേ ഇവിടെ ക്ഷാമത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ദൈവ ആലോചന പറഞ്ഞു, ശൗൽ ഗിബെയോന്യരെ കൊന്നത് നിമിത്തമാണ്. ഗിബെയോന്യർക്ക് ഇസ്രായേൽ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്, കർത്താവിൻ്റെ നാമത്തിൽ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്, അവരെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ അവരെ ഉപദ്രവിച്ചിരിക്കുന്നു, കൊന്നു മുടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കോപം വന്നത്. ഉടനെ തന്നെ ഗിബെയോന്യരെ വിളിച്ചതിന് ശേഷം, ഈ കോപം ഞങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കോപമാണിത്. ഈ ക്ഷാമം ദേശത്തുനിന്ന് നീങ്ങിപ്പോയി ദൈവത്തിൻ്റെ കോപം നീങ്ങിപ്പോകുവാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേദന മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പൊന്നോ വെള്ളിയോ പണമോ തന്നാൽ ഈ വിഷയം തീരില്ല. കാരണം ഞങ്ങളെ കൊന്നു മുടിക്കാനായിട്ട്, ഞങ്ങളെയും ഞങ്ങളെ കുഞ്ഞുകുട്ടികളെയും കുടുംബം കുലമായിട്ട് നശിപ്പിച്ച് കളയാൻ ആലോചിച്ച ശൗലുണ്ട്. ആ ശൗലിൻ്റെ മക്കളെ 10 മക്കളെ 10 മക്കളെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചാൽ മതി. 7 മക്കളെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ആ 7 മക്കളെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ കൊണ്ടുപോയി തൂക്കിക്കൊന്നുകളയും. രാജാവ് സമ്മതിക്കേണ്ടി വന്നു. സമ്മതിച്ചു. അങ്ങനെ ശൗലിൻ്റെ വെപ്പാട്ടിയിൽ ജനിച്ച മക്കളും ശൗലിൻ്റെ തലമുറയിലുണ്ടായിരുന്ന മീഖളിൻ്റെ മക്കളും എല്ലാവരെയും പിടിച്ചു കൊണ്ടുവന്ന് അവരെ മരത്തിൽ തൂക്കി അവരെ കൊന്നുകളഞ്ഞു. 7 മക്കളെ കൊന്നുകളഞ്ഞു. എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റവർ ചെയ്തു? ആരുമല്ല തെറ്റ് ചെയ്തത്, അവരെ അപ്പനായ ശൗൽ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ദേശത്ത് പറയുന്നത്, പച്ചമുന്തിരിങ്ങ അപ്പം തിന്നു, പല്ല് പൊളിച്ചത് മക്കളുടെ. ഇവിടെ പച്ചമുന്തിരിങ്ങ ശൗല് തിന്നു, എൻ്റെ മക്കളുടെ പല്ല് പൊളിച്ചു. ഇത് ഇസ്രായേലിൽ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അനുഭവിക്കേണ്ട. അതെന്താ അങ്ങനെ? അവരുടെ ജീവിതത്തിൽ അനുഭവമാണ് അപ്പം തെറ്റ് ചെയ്ത മക്കൾ അനുഭവിക്കുന്നു. പക്ഷെ കർത്താവ് യെഹെസ്കേൽ മുഖാന്തരം കൽപ്പന കൊടുക്കുമ്പോൾ പറയുകയാണ്, മക്കൾ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട. അതെങ്ങനെയാ? അതൊത്തു തന്നെ. ഒരു സ്ഥലത്ത് അനുഭവം എങ്ങനെയാണ്? 3ാമത്തെയും 4ാമത്തെയും തലമുറ ഓരോ സന്ദർശിക്കും. ശരിയാണോ? ഏലി പുരോഹിതൻ ദൈവത്തെ മാനിച്ചില്ല. ഏലി പുരോഹിതൻ ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ മാനിച്ചു. ദൈവം അവനെ ശപിച്ചു. അവൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷയിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറേണ്ടി വന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ തലമുറയിൽ ഒരാളും എൻ്റെ മുമ്പാകെ നിൽക്കാനുണ്ടാവില്ല.
കഴിഞ്ഞുപോയി. ഏലി പുരോഹിതൻ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. മക്കൾ പെട്ടകവുമായി പോയി യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചു. അവിടെയും തീർന്നില്ല. മക്കളായപ്പോഴേക്കും ശൗലിൻ്റെ കയ്യാൽ 85 പുരോഹിതന്മാർ വെട്ടി, അവരെ 85 പുരോഹിതന്മാരെയും വെട്ടി നശിപ്പിച്ചു കളഞ്ഞു. കുഞ്ഞുകുട്ടികളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ദാവീദിൻ്റെ കാലമായി, ശലോമോൻ്റെ കാലമായി. ശേഷിച്ച ഒരാളുണ്ട്, അബ്യാഥാർ എന്ന് പറഞ്ഞു. അബ്യാഥാറിനെ ഏലിയുടെ കൊച്ചുമക്കളിൽപ്പെട്ടതാണ്, ഏലിയുടെ തലമുറയാണ്. അബ്യാഥാർ പുരോഹിതൻ ചെയ്ത ഒരു തെറ്റിന് പൗരോഹിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എത്ര തലമുറയായി? ഏലിയുടെ മക്കൾ, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തലമുറയായിട്ട് കർത്താവ് പകരം ചോദിച്ചത് ഇരിക്കുക. എല്ലാ ഇസ്രായേലിനും അറിയാം. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ഒരു ഇസ്രായേലിനാണെങ്കിൽ അവൻ എന്തെങ്കിലും തെറ്റ് അതിക്രമം ചെയ്യാൻ നേരത്ത് കുഞ്ഞുങ്ങളെ ഓർക്കും. ഓമനിച്ച് തങ്ങളുടെ ജീവനെ പോലെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന കൈയാണോ കാലാണോ വളരുന്നത് എന്ന് നോക്കി തങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഓർക്കും. അപ്പം അതിൽ നിന്ന് പിന്തിരിയും. അറിവുള്ളവർ, ദൈവഭയമുള്ളവർ, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർ, അത്രമാത്രം വ്യക്തമായ ഒരു കാര്യമാണ് പിതാക്കന്മാരുടെ അകൃത്യം മക്കൾ ദൈവം സന്ദർശിക്കുമെന്നുള്ളത്. ഒരു മാറ്റമില്ല. പുതിയ നിയമത്തിൽ ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ ഒരാൾ ഇപ്രകാരം പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ നിയമസഭയിൽ ഇത് പഴയ നിയമത്തിലെ കാര്യമായിരുന്നു, പുതിയ നിയമത്തിൽ ഇത് ബാധകമല്ലെന്ന്. പുതിയ നിയമത്തിൽ ഇത് ബാധകമല്ല എന്ന് ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. അങ്ങനെയാണോ? ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തു വന്നതിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നോ? ഇല്ല. തലമുറയിൽ കൂടെ ചോദിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അതിന് ഉത്തമമായ തെളിവാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവസഭയിലൊരു പ്രവൃത്തിയുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യമാണെന്ന് തോന്നുന്നു. തുയത്തൈരയിലെ ദൂതൻ എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. തുയത്തൈര സഭയില് ഒരു സ്ത്രീ കർത്താവിന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും അതുപോലെ തന്നെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ, ഇസബേൽ എന്നാണ് പേര്. സഭാംഗമാണ്. അവരെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകളാണ്, ശ്രദ്ധിച്ചുകൊള്ളണം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവൾക്ക് മാനസാന്തരപ്പെടാനുള്ള സമയം കൊടുത്തു. അവർക്കത് മനസ്സില്ല. എല്ലാ മനുഷ്യർക്കും അവരുടെ പാപം തലമുറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് മാനസാന്തരപ്പെടാനുള്ള അവസരം. മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൃപ്തമായാൽ ആ മാനസാന്തരം മുഖാന്തരം അവൻ ചെയ്ത പാപം മക്കളെ ബാധിക്കുകയില്ല. ദൈവത്തിനത് ഇഷ്ടമല്ല. ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തു എന്നതിനാൽ അവൻ്റെ മക്കൾ ആ ഭാരം ചുമക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന എല്ലാ മനുഷ്യർക്കും അവർ തെറ്റ് ചെയ്താൽ അവർക്ക് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാൻ ഒരു സമയം ദൈവം കൊടുക്കും. എന്നാൽ ഇവിടെ ഇവൾക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടക്കോട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടത്തിലുമാക്കി കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. മക്കളെന്ത് ചെയ്തു? മക്കളിൽ ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടതായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. തെറ്റ് ചെയ്ത് മുഴുവൻ അവളാ. പക്ഷെ കർത്താവ് പറയാണ്, മാനസാന്തരപ്പെടാഞ്ഞാൽ അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിൽ ഇങ്ങനെ ഇല്ല എന്നൊന്നും ആരും ധരിക്കേണ്ട. ഇത് സകല മനുഷ്യർക്കും ബാധകമാണ്. പിതാക്കന്മാർ അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കും. എന്നാൽ ഇവിടെ വേറൊരു വിഷയമുണ്ട്.
മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിച്ചാൽ തീരില്ലേ? മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ തീരൂല. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അഞ്ചാമത്തെ തലമുറയ്ക്ക് മര്യാദയ്ക്ക് നടക്കാമല്ലോ. അല്ല, സാധിക്കില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഹാബേലിന്റെ രക്തം തുടങ്ങി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനവും പറയുന്നത്, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സക്രിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടത് തന്നെ. ഈ തലമുറയോട് അത് ചോദിക്കും. ഏത് ചോദിക്കും? ഹാബേലിന്റെ രക്തം ചൊരിഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഹാബേലിനെ കായീൻ കൊന്നതിന് എന്നോട് ചോദിച്ചിട്ടത് കാര്യം? കായീനും ചത്ത് ഹാബേലും മരിച്ച് അവൻ്റെ തലമുറയും കായീൻ്റെ തലമുറയാണെങ്കിൽ ഇല്ലതാണ്. പിന്നെ ഇന്ന് നമ്മളോട് ചോദിക്കുന്നതിനാ? ഈ തലമുറയോട് ചോദിക്കുന്നതിനാ? അവിടെ ഒരു കാര്യമുണ്ട്. അവരുടെ ഒരു കാര്യമുണ്ട്. കാരണം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ തലമുറയിൽ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കുമ്പോൾ ഈ സന്ദർശിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? കാരണം എന്തെന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ തലമുറയിലുള്ള പാപം ബാധിക്കാനിരിക്കാനൊരു വഴിയുണ്ട്. അതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത്. എന്താ ബാധിക്കാതിരിക്കുന്ന വഴി? എങ്ങനെയായി? എന്തുകൊണ്ടാണ് ബാധിക്കുന്നത്? കോരഹ് ദൈവത്തോട് മത്സരിച്ച് ജീവനോടെ പാതാളത്തിലേക്ക് പോയവനാണ്. കോരഹ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് മത്സരിയായി കൂട്ടുകാരോടുകൂടി 250 പേരെ കൂട്ടി വലിയൊരു കൂട്ടം ജനത്തോടു കൂടി ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങി ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിയവനാണ് കോരഹ്. പക്ഷെ കോരഹിൻ്റെ മക്കൾ മരിച്ചില്ലല്ലോ. കോരഹിൻ്റെ മക്കളല്ലേ 86 സംഖ്യത്തിന് എഴുതിയേക്കണേ. കോരഹിൻ്റെ മക്കള് കോരഹിനോടുകൂടെ നശിക്കാതെ ദൈവത്തിന് വേല ചെയ്ത് സൈന്യങ്ങളെ ഹോവയെ തിരുനിവാസമെത്ത മനോഹരം. നമ്മൾ വായിക്കാത്ത ആരുള്ളേ? ആര് പാടിയതാ? കോരഹിൻ്റെ മക്കൾ പാടിയതാ. കോരഹിൻ്റെയും കൂട്ടരുടെയും നിലവിളി ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ നിലവിളിച്ച നിലവിളി ഇസ്രായേൽ പാളയം ഇറങ്ങിയിരിക്കുന്ന പാളയം മുഴുവൻ കേട്ടെന്ന 6 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ പാളയം ഇറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ ജനം മുഴുവനും കോരഹ് കൂട്ടരും നിലവിളിച്ച നിലവിളി കേട്ടുന്നു. അവരാ നിലവിളി കേട്ടു. പക്ഷേ മക്കൾ ആ നിലവിളിയല്ലോ ചെയ്തേ. മക്കൾ പറഞ്ഞു, സൈന്യങ്ങളെ യഹോവയെ തിരുനിവാസമെത്ത മനോഹരം. എത്ര സങ്കീർത്തനം കോരഹിൻ്റെ മക്കൾ എഴുതി? എത്ര സങ്കീർത്തനം എഴുതി? അവർ കർത്താവിൻ്റെ വേലക്കാരാ, കർത്താവിൻ്റെ ദാസന്മാരാ. എങ്ങനെ സാധിച്ചു? അവിടെയാണ് ഈ തലമുറ ബാധിക്കുന്ന വഴിയും ബാധിക്കാത്ത വഴിയും ഉണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. തലമുറ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ ബാധിക്കാതിരിക്കുന്നു എന്ന് അറിഞ്ഞ് ഇതിനെ ഒഴിഞ്ഞു നിൽക്കാനൊരു മാർഗം വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്, മക്കൾ പിതാക്കന്മാരുടെ രഹസ്യം വഹിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീതി പ്രവർത്തിച്ചോളണം. അവരെ പിന്നാലെ പോകരുത്. അവരെ പിന്നാലെ പോകുമ്പോൾ അവരുടെ ജീവനാണ് മക്കളുടെ ജീവൻ. അതാണ് ഒന്നാമത്തെ വിഷയം. അവരുടെ ജീവൻ തന്നെയാണ് മക്കളുടെ ജീവൻ. നാം പറഞ്ഞു കേട്ടല്ലോ, അവൻ ഒരുത്തിൽ നിന്ന് മാനവരാശിയൊക്കെയും ഉളവാക്കി. ആദാമിൻ്റെ രക്തം പകർന്നു വന്നതാണ് നമ്മുടെ മാനവരാശിയുടെ എല്ലാവരുടെയും രക്തം. ഇതുപോലെ കോരഹിൻ്റെ രക്തം തന്നെയാണ് കോരഹിൻ്റെ മക്കൾക്കും. അപ്പന്മാരുടെ രക്തമാണ് മക്കൾക്കും വരുന്നത്. അവരുടെ ജീവൻ പകർന്നു വരുന്നതാണ് തന്നെ. രണ്ടാമത്തെ അവർ തമ്മിലുള്ള ബന്ധം, അവരുടെ അനന്തരവർ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അപ്പൻ്റെ വാക്ക് അറിയാതെ മകൻ്റെ വായിലുണ്ടാവും. അപ്പൻ്റെ വാക്ക്, അപ്പൻ സംസാരിച്ചതുപോലെ തന്നെ അവൻ്റെ മകൻ്റെ വായിൽ നിന്നും വരും. അത് തലമുറയിൽ കിടക്കുന്നതാണ്. അത് വായിലെടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകതയാണ്. ഇഷ്ടം തോന്നും. എൻ്റെ അപ്പൻ
ഏത് നിലയിൽ നടന്നോ ആ നിലയിൽ എന്തെല്ലാം വാക്ക് സംസാരിച്ചിട്ടുണ്ടോ അത് എൻ്റെ വായിൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുന്ന ആ സങ്കീർത്തനം എത്രയാ 49 അധ്യായത്തിന്റെ 13 വാക്യം പറയാണ് അവരുടെ അനന്തരവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരെ ഗതിയാകുന്നു, അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു. അനന്തരവർ എന്ന് പറയുന്നത് തലമുറയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുക. അവരുടെ അനന്തരവർ, അവരുടെ പിന്നാലെ വരുന്നവര്, അവരുടെ മക്കൾ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അപ്പൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത് മക്കൾക്കൊരു സന്തോഷമാണ്. തലമുറയിൽ കിടക്കുന്ന വാക്ക് അതൊരു പ്രത്യേകതയാണ്. രണ്ടാമത്തതാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. പിതാവ് എന്താഗ്രഹിച്ചുവോ അതേ ആഗ്രഹം തന്നെ മക്കൾക്കും ഉണ്ടാകും. പിതാവ് ആഗ്രഹിച്ച ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് എത്രയോ മക്കളുണ്ടെന്നറിയോ? പിതാവിൻ്റെ ആഗ്രഹം എന്ത് ചെയ്യണം, പിതാവ് വളരെ ആഗ്രഹിച്ച് നടന്നതാണ്. അപ്പനുള്ള കാലത്ത് തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു 4 മുറിയുള്ള ഒരു വീട് പണിയണമെന്ന്. അപ്പന് സാധിച്ചില്ല, പോയി. പക്ഷേ മക്കളായപ്പോഴേക്കും അതേ ആഗ്രഹം തന്നെ വരുന്നു. ഇത് ലോകത്തിൽ ജീവൻ്റെ പകർച്ചയിൽ വരുന്നതാണ്. അത് കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നതല്ല. അപ്പൻ ആഗ്രഹിച്ചതും ആഗ്രഹം നിവർത്തിക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ ആഗ്രഹമായിട്ട് വരും. അതാണ് ആ ആഗ്രഹം വരുമ്പോൾ അത് നിവർത്തിക്കാനൊരു പ്രത്യേകത അവർക്കുണ്ടാകും. അടുത്ത കാര്യം, അവർ പിതാക്കന്മാരുടെ അളവുകളെ പൂരിപ്പിക്കുന്നു. പിതാവ് ചെയ്തു വെച്ച പ്രവൃത്തി പൂർത്തീകരിക്കാത്തതുണ്ട്, അത് അവർ പൂർത്തീകരിക്കും. പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ഒരനുഭവം അവർക്കുണ്ടാകും. അപ്പം ചെയ്തു വെച്ചത് അത് പൂർത്തീകരിക്കും. അടുത്ത ഒരു വിഷയം കൂടി ഉണ്ട്, എന്താ അറിയാമോ? മനുഷ്യൻ്റെ ജീവന്റെ മറുവില അവൻ്റെ സമ്പത്ത് തന്നെ. അതായത് മനുഷ്യൻ അവൻ്റെ ജീവൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഒരു മൃഗം, അത് ഏറ്റവും വിലമതിക്കുന്ന ഏതാ? അതിന് എന്ത് ഭക്ഷണം കൊടുത്താലും അത് വരും. പക്ഷെ അതിനെ കൊല്ലുന്നു കണ്ടു കഴിഞ്ഞാൽ അത് ഓടിക്കളയും. ജീവനാണ് അതിന് വലുത്. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് പ്രാണനാണ് വലുത്. മൃഗപ്രായന്മാർക്ക് ജീവനാണ് വലുത്. മൃഗപ്രായന്മാർക്ക് ജീവനാണ് വലുത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ലോകപ്രകാരമുള്ള ഒരു മനുഷ്യന്, ഈ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും അവൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് അവൻ്റെ സമ്പത്താണ്. അവൻ്റെ ജീവന് തുല്യമാണ് അവൻ്റെ സമ്പത്ത്. ഈ സമ്പത്ത് ജീവനാണെങ്കിൽ ആ ജീവനിൽ തൊടാൻ പാടില്ല. ആ ജീവനിൽ തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവരാജ്യ നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരന്മാരെയോ മക്കളെയോ സമ്പത്തിനെയോ എന്തിനെ വിട്ടാലും വിട്ടോ, നിങ്ങൾ വിട്ടുകൊള്ളണം. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ അതങ്ങ് വിടാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? സമ്പത്തിനോടുകൂടി ആപത്തില്ലാത്തൊരു സമ്പത്തെന്ന് പറയുന്നത് ഈ ലോകത്തിലില്ല. ഏത് അപ്പൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, തലമുറ സമ്പത്ത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിനോടുകൂടി ആപത്തുണ്ട്. ആപത്തില്ലാത്ത സമ്പത്ത് ഇല്ല. ആപത്തില്ലാത്ത സമ്പത്ത് ലേവ്യൻ്റെ ഉള്ളെന്നാണ്. ഇസ്രായേലിൻ്റെ സമ്പത്തെ ആപത്തില്ലാത്ത സമ്പത്തുള്ളൂ. അത് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ വിട്ടൊഴിഞ്ഞു കൊള്ളുക. ഏതിനെയൊക്കെ ഇപ്പോൾ വിട്ടൊഴിയണം? ഏതിനെയൊക്കെ വിട്ടൊഴിയണം? അതായത് പിതാക്കന്മാരുടെ വാക്കുകൾ, പിതാക്കന്മാരുടെ നിരൂപണം, ആഗ്രഹങ്ങൾ, പിതാക്കന്മാരുടെ പ്രവൃത്തി, പിതാക്കന്മാരുടെ സമ്പത്ത് വിട്ടുകളഞ്ഞ് ദൈവം നടത്തുന്ന വഴികളിൽ ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് പുതിയൊരു ജീവൻ വെച്ചിട്ടുണ്ട്.
പുതിയൊരു തലമുറ വെച്ചിട്ടുണ്ട്, പുതിയ ആഗ്രഹം വെച്ചിട്ടുണ്ട്, പുതിയ വാക്ക് വെച്ചിട്ടുണ്ട്, പുതിയ പ്രവൃത്തി വെച്ചിട്ടുണ്ട്, പുതിയൊരു സമ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് മാറിയാൽ മതി, അതിലേക്കങ്ങ് മാറിയാൽ മതി. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. യേശുവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. ജീവൻ മാറിപ്പോയി, പഴയ ജീവൻ മാറിപ്പോയി, പുതിയ ജീവനായി. നമുക്കുള്ളത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. പഴയതെവിടെ പോയി? പഴയതെവിടെ പോയി? നമ്മൾ എങ്ങനെ അത് വിട്ടൊഴിഞ്ഞു? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38 മുതൽ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. ഇത് മുഴുവൻ വക്രത നിറഞ്ഞ തലമുറയാണ്. ഏത് തലമുറയാണെങ്കിലും വക്രതയേ ഉള്ളൂ. ആപത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്, അതിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. ഇതാ കർത്താവിൻ്റെ രക്തം പരിഹാരമായി നിൽക്കുന്നു. വക്രതയുള്ള ജീവൻ വിട്ടുകളഞ്ഞു, വക്രതയുള്ള വാക്ക് വിട്ടുകളഞ്ഞു, വക്രതയുള്ള നിരൂപണം വിട്ടുകളഞ്ഞു, വക്രതയുള്ള പ്രവൃത്തി വിട്ടുകളഞ്ഞു, വക്രതയാൽ സമ്പാദിച്ച സമ്പത്തും വിട്ടുകളഞ്ഞു. ഇതാ പുതിയൊരു ചിന്ത, പുതിയൊരു വാക്ക്. അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. അവരുടെ അനന്തരവർ അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളത് മാറിയതിനു ശേഷം ഇന്ന് പിതാക്കന്മാരുടെ വാക്കുകളല്ല, ദൈവം തന്ന പുതിയൊരു വാക്ക്, പുതിയൊരു പാട്ട്. നമ്മുടെ ദൈവത്തിനെ സ്തുതി. ഇതാ എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് ചെയ്യാനൊരു പുതിയ പ്രവൃത്തി. പിതാക്കന്മാരുടെ പ്രവൃത്തി പൂരിപ്പിക്കരുത്, പിതാക്കന്മാരുടെ പ്രവൃത്തി പൂരിപ്പിക്കരുത്. നിങ്ങളോ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ ഒരു കൂട്ടം സൽപ്രവൃത്തികൾ ദൈവം ഒരുക്കി. നമ്മുടെ വാക്കുകൾ, വായിൽ പുതിയ പാട്ട് തന്നു, ചെയ്യാൻ സൽപ്രവൃത്തി ഒരുക്കി. ഇച്ഛയോ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവൾ കൊണ്ടായി നമ്മൾ പ്രവർത്തിക്കുന്നത്. ഉള്ളിൽ ദൈവത്തിൻ്റെ ഇച്ഛ വന്നു. പിതാക്കന്മാരുടെ മോഹം വരുന്നതിന് പകരം ദൈവത്തിൻ്റെ ഇച്ഛ വന്നു. പിതാക്കന്മാരുടെ വാക്കുകൾക്ക് പകരം പുതിയൊരു പാട്ട്, ദൈവത്തിന് സ്തുതിയും പ്രാർത്ഥനയും വായിൽ തന്നു. പിതാക്കന്മാരുടെ പ്രവൃത്തിക്ക് പകരം മുൻ നിശ്ചയിക്കപ്പെട്ട സൽപ്രവൃത്തി നമുക്ക് ചെയ്യാനായിട്ട് കർത്താവ് തന്നു. മറ്റൊന്ന്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാകും. എൻ്റെ നിമിത്തം, ദൈവരാജ്യ നിമിത്തം അപ്പനെയോ അമ്മയോ സമ്പത്തോ സഹോദരൻ ആരെയും വിട്ടാലും ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങ് നിനക്ക് തരും. അപ്പനെ വിട്ടോ 100 അപ്പനെ നിനക്ക് തരും. സമ്പത്ത് വിട്ടോ 100 ഇരട്ടി നിനക്ക് തരും. അതെന്തിനാ അത് തരണേ? എൻ്റെ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് ഞാൻ വിട്ടുകളഞ്ഞ വചനപ്രകാരം ഈ ലോകത്തിൽ വെച്ച് തന്നെ എനിക്ക് 1 കോടി രൂപ തരും, 100 ഇരട്ടി തരും, നിത്യജീവനും തരും. അതെന്തിനാ? അത് എനിക്ക് ആ 1 ലക്ഷം കൊടുത്ത് 100 കോടി ആക്കാനാണ്? അല്ല. ആ 1 ലക്ഷത്തോടു കൂടി ശരിയല്ലാത്ത ജീവനുണ്ട്, തലമുറയുടെ ജീവനുണ്ട്, പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. എന്നാൽ ദൈവം തരുന്ന 1 കോടിയോടുകൂടി ഒരു ദോഷവുമില്ല.
ഒരു ദോഷവുമില്ലാത്ത ഒരു പൊടി. അങ്ങനെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ അവന് സാധിച്ചാൽ, കർത്താവിൻ്റെ വചനം പറയുന്നത്, ഇങ്ങനെ മാറി നിൽക്കുന്നവൻ പിതാക്കന്മാരെ ആർക്കും വഹിക്കേണ്ട. അപ്പൻ പച്ചമുന്തിരിങ്ങ എന്നുണ്ടെങ്കിൽ അപ്പൻ്റെ പല്ല് വിളിക്കും, എൻ്റെ പല്ല് വിളിക്കില്ല. കാരണം അപ്പൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമല്ല എൻ്റെ ആഗ്രഹം, അപ്പൻ്റെ വാക്കല്ല എൻ്റെ വായിൽ, അപ്പൻ്റെ പ്രവൃത്തിയല്ല എൻ്റെ പ്രവൃത്തി, അപ്പൻ്റെ സമ്പത്തല്ല എൻ്റെ സമ്പത്ത്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിൻ്റെ ഇച്ഛയാണ്. എൻ്റെ വാക്കുകൾ ദൈവം നാവിൽ തന്നതാണ്. എൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തിയാണ്. എൻ്റെ സമ്പത്തെന്ന് പറയുന്നത് എൻ്റെ ദൈവം ഞാൻ സകലതും വിട്ടുകളഞ്ഞപ്പോൾ വിട്ടുകളഞ്ഞതിൻ്റെ 100 ഇരട്ടി എനിക്ക് തന്ന കർത്താവ് തന്ന കർമ്മബന്ധമില്ലാത്ത സമ്പത്താണ്. എന്നെ തലമുറ തീണ്ടുകയില്ല, എന്നെ തലമുറ ബാധിക്കുകയില്ല. ഇത് സാധിക്കുന്നവനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇത് സാധിക്കുന്നവനാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവൻ. അപ്പൻ അത് ചെയ്തെങ്കിൽ കോരഹിൻ്റെ മക്കള്, പഴയ നിയമമാണ്, കോരഹിൻ്റെ മക്കൾ മാറി നിന്ന്, കോരഹിൻ്റെ മക്കളെ കോരഹിൻ്റെ പാപമൊന്നും ബാധിച്ചില്ല. പക്ഷേ ശൗലിൻ്റെ മകൻ യോനാഥാൻ നീതിമാനായിട്ട് നമുക്ക് തോന്നും. യോനാഥാനെ അപ്പൻ്റെ പാപം ബാധിച്ചു. കാരണം എന്താ? 12-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യപ്രകാരമുണ്ട്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകും. 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്തെ ഉലയിൽ ഒരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനം. യഹോവേ നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നീ അവരെ എന്ന് സൂക്ഷിക്കും. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ. ഇന്ന് കർത്താവിൻ്റെ രക്തം നമുക്കുണ്ട് തലമുറയിൽ നിന്ന് മാറി നിൽപ്പാൻ. എന്നാൽ കോരഹിന്റെ മക്കൾക്കോ വരാനിരിക്കുന്ന മെശിഹായുടെ രക്തം വിശ്വാസത്താൽ അവർ പ്രാപിച്ചു. ജീവനുള്ള വചനം, നിർമ്മല വചനം. ആ വചനത്തെ മുറുകെ പിടിച്ചവർക്ക് ദൈവം അത് കൊടുത്തു. ആ വചനമാണ് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. എന്താ? സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അല്ലാതെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാനല്ല മോഹിക്കുന്നു. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാനല്ല എൻ്റെ ഹൃദയത്തിൻ്റെ മോഹം. എൻ്റെ ഹൃദയം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മളിവിടെ ചിന്തിച്ച കാര്യം ഒരു ഭാഗം കൂടി ചിന്തിച്ചാലേ അത് പൂർത്തിയാവുള്ളൂ. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരുമ്പോൾ അത് തീരും. 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരുമ്പോൾ അത് തീരും. പിന്നെ എങ്ങനെയാ? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വന്നു കഴിഞ്ഞാൽ 5-ാമത്തെയും 6-ാമത്തെയും തലമുറ ആയാലോ? അതിനാണ് ഉദാഹരണ സഹിതം പഠിക്കുന്നത്. ഏലി പുരോഹിതൻ തെറ്റ് ചെയ്തു, ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ മാനിച്ചു. ഫിനെഹാസിൻ്റെ അടുത്ത തലമുറ വന്നു, അതിൻ്റെ അടുത്ത തലമുറ വന്നു, അഹിത്തൂബിൻ്റെ തലമുറ വന്നു, അഹിമേലെക്കിൻ്റെ തലമുറ വന്നു, 3-ആയി. അത് കഴിഞ്ഞ് അബ്യാഥാരിൻ്റെ തലമുറ വന്നു, 4-ആയി. ഇനി എന്നാ തീർന്നില്ലേ? ഇല്ല. എന്താണെന്നറിയാമോ? 4-ാമത്തെ തലമുറയായപ്പോഴേക്കും അവൻ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഒരു ശക്തി ആ തലമുറയിൽ വീണ്ടും കർമ്മം ഉണ്ടാക്കി വെച്ചു. വീണ്ടും ദൈവത്തോട്, വീണ്ടും രാജ്യത്വത്തോട് ദോഷം ചെയ്യത്തക്കുന്ന ഒരു പ്രവൃത്തി അവനിൽ നിന്ന് വന്നു. വീണ്ടും 4 തലമുറയായി. ഇനി ഏലി പുരോഹിതൻ ചെയ്തത് മാത്രമല്ല, ഏലി പുരോഹിതൻ ചെയ്തതല്ല, അവൻ്റെ തലമുറ ചെയ്തതും ഇങ്ങനെ നീട്ടി പിതാക്കന്മാർ ചെയ്ത അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയിൽ അവസാനിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ തലമുറയാകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ദോഷം വീണ്ടും ദൈവത്തോട് ഈ തലമുറ ചെയ്യിക്കും, ഈ തലമുറയെ കൊണ്ട് ചെയ്യിക്കും. പ്ലസ് വീണ്ടും 3-4 തലമുറയായി. ഇങ്ങനെ നീട്ടി മാനവരാശി മുഴുവനും എവിടം വരെ വന്നെന്നറിയാവും? ഹാബേൽ തെറ്റ് ചെയ്തെങ്കിൽ, ഹാബേൽ പാപം ചെയ്തെങ്കിൽ, ഹാബേലിനോട് കായീൻ ദോഷം ചെയ്തെങ്കിൽ
ഹാബേലിനെ കൊന്നെങ്കിൽ ആ പാപം കായീൻ അനുഭവിച്ച് തീർന്നില്ല. കായീൻ്റെ മക്കൾ തീർന്നില്ല, മക്കളുടെ മക്കൾ 3 തീർന്നിട്ടില്ല, 4-മത്തെ തീർന്നില്ല, അവിടെ അനുഭവിച്ച് തീർന്നിട്ടില്ല. പക്ഷേ തുടർന്ന് ഈ പറഞ്ഞതുപോലെ നീങ്ങി ഇന്ന് ഈ തലമുറയിൽ, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യനും യേശുവിനെ കണ്ടെത്താത്തൊരു മനുഷ്യൻ ഹാബേലിനെ കൊന്ന കായീൻ്റെ പാപം വഹിക്കുന്നവനും ആ ശിക്ഷ അനുഭവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവനുമാണ്. നോക്കണം എന്താ കർമ്മത്തിൻ്റെ പരമ്പര, എന്താ കർമ്മത്തിൻ്റെ ആധിക്യം. അതുകൊണ്ട് ഈ തലമുറയിൽ നമുക്ക് ആർക്കും പ്രശംസിപ്പാനില്ല, ഒരു മനുഷ്യനും പ്രശംസിപ്പാനില്ല. ഏത് തലമുറയിൽ പ്രശംസിക്കും? ദാവീദിൻ്റെ സന്തതിയായി വന്ന യേശു ക്രിസ്തു എന്ന് നമ്മൾ പഠിക്കുന്നു. ദാവീദിൻ്റെ തലമുറയിൽപ്പെട്ടവനാ ഞാനെന്ന് വിശ്വസിക്കാൻ കൊള്ളാവോ, എന്ന് അഭിമാനിക്കാൻ കൊള്ളാവോ? കാരണം ദാവീദ് ചെയ്ത് നമുക്കറിയാലോ. ഊരിയാവിനെ കൊന്നിച്ചവൻ്റെ ഭാര്യ എടുത്തത് ആ കർമ്മം അവൻ്റെ ജീവിതത്തിൽ നിൽക്കുക, അത് ഈ തലമുറയും കിടക്കുക. അപ്പം ഞാൻ ഏത് സമയത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് ദാവീദിനോട്, വാള് നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാൻ ദാവീദിൻ്റെ തലമുറയാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചു നടന്ന ഏത് സമയത്താണ് എൻ്റെ മേലെ വാള് വരുന്നതെന്ന് എനിക്കറിയാവോ? വിശ്വസിക്കാൻ കൊള്ളാവോ? അബ്രഹാമിൻ്റെ തലമുറയാണെന്ന് പറഞ്ഞാലോ? അബ്രഹാമിൻ്റെ തലമുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇസ്മായിലിൻ്റെ തലമുറയാണെങ്കിലോ വരുന്നത് എന്തായിരിക്കും? ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു തലമുറയും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കെ കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതാ ഒരു തലമുറയെ ദൈവം അംഗീകരിച്ചിട്ടുണ്ട്, അത് അബ്രഹാമിൻ്റെ തലമുറയാണ്. അവന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ തലമുറയിലായി തീരുവാൻ ഒരു മാർഗമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന് ഗ്രഹിപ്പീൻ. വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ തലമുറയിൽ, വിശ്വാസികളുടെ തലമുറയിൽ എത്തിച്ചേരുവാനും വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നീതിയുള്ള ഒരു തലമുറയിലായിത്തീരുവാനും കർത്താവ് ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ സഭയിലേക്ക് കർത്താവിൻ്റെ ജനത്തെ കൂട്ടിച്ചേർത്തിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എൻ്റെ അപ്പൻ പച്ച മുന്തിരിങ്ങ തിന്നിട്ടുണ്ടോ? ഏത് മനുഷ്യനാ പച്ചമുന്തിരിങ്ങ തിന്നാത്ത? പച്ചമുന്തിരിങ്ങ തിന്നാത്ത ഏത് മനുഷ്യനേതാ? എല്ലാവരും ഉണ്ട്. ദുഷ്ടതയില്ലാത്ത മനുഷ്യനേതാ ഉള്ളത്? മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളവയെന്ന് കർത്താവ് കണ്ടതാണ്. ഒരു മനുഷ്യനുമില്ല. വക്രതയില്ലാത്ത ഒരു തലമുറ ഈ മനുഷ്യനും ഇല്ല. എല്ലാവരിലും ഉണ്ട് അവരവരുടേതായിട്ടുള്ള ദോഷങ്ങളും ദുഷ്ടതകളും എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആ തലമുറയുടെ ബാക്കിയാണ് ഈ കാണുന്ന. ഇതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നുമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിക്കൊള്ളാനാണ് കർത്താവ് വചനം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പല്ല് പൊളിക്കരുത്. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ഉയർന്ന ആഗ്രഹം എന്താ? ഞാൻ എന്തിനെയാണ് കാക്ഷിക്കുന്നത്? എൻ്റെ ജഡപ്രകാരം വക്രതയുള്ള തലമുറയുടെ ആഗ്രഹമാണോ എന്നിലുള്ളത്? എൻ്റെ വക്രതയുള്ള തലമുറയുടെ വാക്കാണോ എൻ്റെ നാവിന്മേലുള്ളത്? എൻ്റെ വക്രതയുള്ള തലമുറയുടെ പ്രവൃത്തിയാണോ ഞാൻ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്ന ധനം ഏതാണ്? ഇത് ഏത് സമ്പാദ്യമാണ്? വക്രതയുള്ള തലമുറയുടെ സമ്പാദ്യമാണോ? തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു, അങ്ങനെ വന്ന വക്രതയുള്ള ധനമാണോ? ദൈവമേ, പാടില്ല. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം തൻ്റെ ജനത്തിൽ വെച്ചിരിക്കുന്നതാണ് കുഞ്ഞാടാകുന്ന ക്രിസ്തുയേശുവിൻ്റെ രക്തം. അത് ഹൃദയത്തിൽ തളിക്കുക, ആ ജീവനെ പ്രാപിക്കുക. ദൈവം ഹൃദയത്തിൽ ഇച്ഛിക്കും, ആ ഇച്ഛയ്ക്ക് കീഴ്പ്പെടുക. ദൈവം വായിൽ പുതിയൊരു പാട്ട് തരും, ആ പാട്ട് വായിൽ നെറ്റുപോകാതിരിക്കുക. ദൈവം ചെയ്തു പോരേണ്ടുന്ന സൽപ്രവൃത്തികൾ മുൻ നിയമിച്ചിരിക്കുന്നു, അതിനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആ സൽപ്രവൃത്തി ചെയ്യുക. അതിൽ മടുത്തു പോകരുത്.
ഭൗമികമായി എന്തെല്ലാം ഉണ്ടോ കർത്താവിൻ്റെ രാജ്യനിമിത്തം സകലതും വിറ്റ് ദരിദ്രർ കൊടുക്കുക, വിട്ടുകളയുക. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. കൊടുത്തതിൻ്റെ 100 ഇരട്ടി വക്രതയില്ലാത്ത ധനം എൻ്റെ ദൈവം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് തരും. ഒരു ബാധയും ഒരു വക്രതയും. പിതാക്കന്മാരുടെ അകൃത്യം, പിതാക്കന്മാരുടെ ദോഷം, അവർ ഏത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ പക്കൽ തീരും, എന്നിൽ അത് വരികയില്ല, വരാൻ പാടില്ല. അങ്ങനെയുള്ളവനാണ് ദൈവസഭാംഗം. അവനാണ് യഥാർത്ഥത്തിൽ ദൈവസഭയിലായിരിക്കുന്നത്. അല്ലാത്തതൊക്കെയും ഏത് സമയത്താണ് ഇതിൻ്റെ അനുഭവം വരുന്നത് എപ്പോഴെന്നറിയാം? ഞാൻ ദാവീദിൻ്റെ യഹൂദ ഗോത്രക്കാരനാണ്, ദാവീദിൻ്റെ സന്തതിയാണ്, ബേത്ലഹേം പട്ടണത്തിൽ ജനിച്ചവനാണ്, എൻ്റെ പാരമ്പര്യം വലുതാണ്, ഇതെല്ലാം പറഞ്ഞു നടക്കുന്നത് ശരി തന്നെ, സമ്മതിച്ചു, ആരും എതിര് പറയുന്നു. പക്ഷേ ആ ഗൃഹത്തിലും ഒരു വാളുണ്ട്. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഏത് സമയത്തും ദാവീദിൻ്റെ സന്തതിയുടെ നെറുകമേൽ, ഏത് സമയത്തും ദാവീദിൻ്റെ സന്തതിയുടെ മേൽ ആ വാൾ വരാം. അവൻ്റെ തലമുറയെന്ന് അഭിമാനിക്കുമ്പോൾ, ഈ ലോകത്തിലെ തലമുറയെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അതിൻ്റെ പിന്നിലൊരു വാളുണ്ടെന്നും. ഇല്ല, നമുക്ക് അഭിമാനിക്കാൻ ഒറ്റ തലമുറയേ ഉള്ളൂ. അബ്രഹാമിൻ്റെ സന്തതിയായ, ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയായ ദൈവസഭ. മത്തായിയുടെ സുവിശേഷം എഴുതുമ്പോൾ തലമുറ എഴുതിയിരിക്കുക. ദാവീദിൻ്റെ സന്തതിയായ അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ ഇടയ്ക്കുള്ളവരൊക്കെ എങ്ങോട്ട് പോയി? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യഹൂദ തുടങ്ങിയ ഒക്കെ ഇല്ല. ദൈവം വംശാവലികൾ എഴുതുമ്പോൾ വിശ്വാസിയായ, ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിൻ്റെ തലമുറയിൽ വന്ന ദാവീദ്, ആ ദാവീദിൻ്റെ തലമുറയായ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ദൈവത്തിൻ്റെ സഭ, അതാണ് നമ്മുടെ തലമുറ. നമുക്ക് പ്രവർത്തിക്കാനുള്ളത്, നമുക്ക് സംസാരിക്കാനുള്ളത്, നമുക്ക് പ്രാപിക്കാനുള്ളത് ആ വിശുദ്ധ തലമുറയാണ്. മറ്റൊന്നും നമുക്ക് പ്രാപിക്കാനില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിന്ന് നമ്മെ വീണ്ടെടുത്ത, വക്രതയുടെ തലമുറയിൽ നിന്ന് നമ്മെ വിടുവിച്ച് രക്ഷിച്ച ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിൽ വീണ്ടും ആശ്രയിക്കാം. ഈ വക്രതയുടെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടാം. എല്ലാ ദോഷകരമായ കർമ്മബന്ധങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ട് ആപത്തൊഴിഞ്ഞവരായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.